Yes. Come in. ആരാ? എന്താ? ഏതാധാരണവ് പുറത്തേക്ക് ഇറങ്ങി പോയത്? ദൈവമേ, മറഡോണയുടേതാ. നമസ്കാരം. ആ, നമസ്കാരം നമസ്കാരം. ഇരിക്കി. ഇതെന്റെ അമ്മാവനാ, ജോൺ. ഏഞ്ചൽ ജോൺ. കാശ്മീരിലായിരുന്നു. കഴിഞ്ഞ കാർഗിൽ വാറിൽ ഇന്ത്യയെ നയിച്ചത് അങ്കിളായിരുന്നു. താങ്ക് യു. 10,80,000 രൂപയുണ്ട്, ഒരു മാസത്തെ പലിശ ഉൾപ്പെടെ. ഡോക്യുമെന്റ്സ് കിതർ ഹേ? എന്തോ? ആധാരം എവിടെയെന്ന്? വിശ്വസിക്കുമെന്നറിയില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അതിപ്പോഴും താൻ അങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ? അതല്ല സാർ, കുറച്ച് നേരത്തെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ താക്കോലിങ്ങനെ പറന്ന് എന്ന് അലമാര തുറന്നു. ഉടനെ മറഡോണയുടെ ആധാരം അടങ്ങിയ കവർ സ്വയം പുറത്തേക്ക് ഇറങ്ങി ഒറ്റപ്പോക്ക്. എന്ത്? പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്നോ? അപ്പൊ ആധാരം നഷ്ടമായി? അല്ല എന്നുറപ്പിക്കരുത്. സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് ഏത് സമയത്ത് തിരിച്ചു വരാം. ഈ ആധാരങ്ങളുടെ ഒക്കെ ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞത്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പാവോ. പലിശക്കാരൻ പിശാചിന്റെ കൂട്ടുകാരനാണെന്ന് അറിയില്ലേ നിനക്ക്? അറിയില്ല? അല്ല, അറിയില്ലായിരുന്നു, ഇപ്പൊ മനസ്സിലായി. അപ്പൊ കാര്യങ്ങൾ എങ്ങനെയാ ഇനി? ഇവന്റെ ഈ പൈസ വേണോ അതെനിക്ക്? കിട്ടിയാൽ ഉപകാരമായിരുന്നു. അയ്യോ വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. ഓക്കെ, വാ പോകാം. ജയ് ഹിന്ദ്. രണ്ടടി മുകളിൽ, രണ്ടടി താഴത്ത്, ഒരടി തുടയിൽ. റോമനക്കുട്ട, 5ാമത്തെ അടി ദുര്യോധന്റെ തുടയിൽ അടിക്കുന്നു പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായിന്ന് ചീത്ത ഏൽപ്പിക്കും. സോറി സർ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? സാർ, ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ? എന്റെ ചേട്ടാ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല. പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ. ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച് കാലം മറന്നു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ ണ്ടല്ല പൊള്ളാച്ചി നിങ്ങ് വരണം. ഇരട്ടകളാ, അതുപോലെ തന്നെ പരട്ടകളും. ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞാടി. മോളെ കറച്ച് വെച്ച മതി, കോട്ടമ്പള്ളി പറഞ്ഞേ. പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞേ വരൂ. നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചേരും. എന്തൊക്കെ ധൈര്യത്തുള്ളതാ.
അങ്ങനെ അടി ആ, ആ. ഇങ്ങോട്ട് അച്ഛാ, ചായ. അടി. ആ, ആ. ഏ? അയ്യോ. ശ്യാമള, നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറ പേര്? ആ, ആ, ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തേണ്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? അല്ല, കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ? ആശാനെ, ഞാൻ രസയാണ്, നാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല. SIM പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഒരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ. വാടാ ഭീമ. അധികം ചിരിക്കണ്ട, വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്കും തുണി ഉടിഞ്ഞിരിക്കും. ആ, നമുക്ക് ആ മാവിന്റെ ചോട്ടി പോയി യുദ്ധം ചെയ്യാം. ഇത് പ്ലാനിങ്ങിന്റെ കുഴപ്പശാനെ. നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം. അതുപോലെ ഞങ്ങൾ അങ്ങനെയാ. അപ്പൊ നമുക്ക് ആ കരുണൻ കോൺട്രാക്ടറെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയല്ല? അല്ല, പ്ലാൻ ഉണ്ടാക്കണ്ടേ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. മേ വരുമ്പോ ഹേ അല്ല ഹും വെക്കണം. തും വെച്ചാലോ? ഹോ വെക്കണം. ആപ്പ് വെച്ചാലോ? അപ്പൊ തിരിച്ചു വെക്കണം. ചിറക്കാള വരുന്നേ, ഓ ചിറക്കാള വരുന്നേ, ഓ ചിറവേലു വരുന്നേ. പുതിയ ഇനം ജേഴ്സി പശുക്കൾ, വയസ്സറിയിച്ച സിന്ധി പശുക്കൾ, സുന്ദരികളായ വിദേശ പശുക്കൾ, പഴയ നാടൻ പശുക്കളുണ്ടോ പശുക്കൾ? ഓ ചിറക്കാള വരുന്നേ, ഓ ചിറവേലു വരുന്നേ. നിക്ക്. ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ല, പിന്നെ നിങ്ങൾ എങ്ങോട്ടേക്കാ? വേലുണ്ണന്റെ കാളയ്ക്ക് ഇനി തൊഴിലില്ലായ്മ വേതനത്തിന് അപേക്ഷിക്കേണ്ടി വരും. ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല. ചവിട്ട് ഡോക്ടർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആശുപത്രിയിൽ ഒരു കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട്. ഇനി മുതൽ പശുക്കളെ കുത്തിവെച്ചാൽ മതിയെന്നാ കൊച്ചു ഡോക്ടറെ നിയമം. ഗോഡ്. അപ്പൊ മൈ പാർട്ട്ണർ ഡോക്ടർ സുശീലൻ അത് നിന്ന് നിപ്പി കമ്പൗണ്ടറായി. കൊച്ചിവെപ്പ്. ഈ നാട്ടിലെ ഏത് ഗോ കന്യകമാരുമായി രമിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്റെ ഈ ഓച്ചിറക്കുട്ടിന് മാത്രമുള്ളതാ. അയ്യടാ, ആദ്യം ഈ നാശത്തിലൊന്ന് പിടിച്ചു മാറ്റ. എപ്പ കണ്ടാലും വൃത്തിയായിട്ട് ഒരു നോട്ടവും സൈറ്റടിയും. നെകളിക്കണ്ട, വിത്തുകാളെ ഇനി അമ്പലക്കാളയായി പിച്ചതണ്ടേണ്ടി വരും. ഏതവൻ വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞില് മണ്ണിട്ടോ പാസ്പോക്കും ഞാൻ. എന്റെ കരിങ്കണ്ണിനാവും പണി കണ്ടെത്തും. ദേ കൊച്ചു ഡോക്ടർ. വണ്ടി നിർത്ത്. എന്താണോ ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ ഓച്ചിറ വേലു. വണ്ടി തിരിച്ചു വിട്ടോ. എന്തൊരു സ്പീഡ്, എന്തൊരു സേഫ്റ്റി.